മറവത്തൂർ എന്ന സാങ്കല്പിക ഗ്രാമവും ആ നാട്ടിലെ ജനങ്ങളെയും ജീവിതങ്ങളെയും മനോഹരമായി ചിത്രീകരിച്ച മലയാള സിനിമയ്ക്ക് ഒരു ഫ്രഞ്ച് ഭാഷാ സിനിമയുടെ സ്വാധീനമുണ്ട്. 1986 ഇറ്റലിയിലും ഫ്രാൻസിലും റിലീസിനെത്തി എ ഡെഫിനിറ്റീവ് ഫ്രഞ്ച് മാസ്റ്റർ വർക്ക് എന്ന് ഖ്യാതി നേടിയ ജോൺ ഡെ ഫ്ലോററ്റ് എന്ന സിനിമയാണത്. ഫ്രഞ്ച് എഴുത്തുകാരനായ ക്ലോഡ് ബെറിയുടെ സംവിധാനത്തിൽ പിറന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹവും സുഹൃത്തുക്കളായ ജെറാർഡ് ബ്രാച്ചും മാർസൽ പെനിയോലയുമാണ്. തിരക്കഥാകൃത്തായ മാർസൽ പെനിയോല എഴുതിയ ദ വാട്ടർ ഓഫ് ദ ഹിൽസ് എന്ന പുസ്തകത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട സിനിമ 2 ഭാഗങ്ങളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഫ്രാൻസിലെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന കഥ മനുഷ്യത്വം, വിശ്വാസം, ക്രൂരത, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്നീ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഡാനിയൽ ഊത്തേയി അവതരിപ്പിച്ച ഊഗോളിൻ എന്ന കഥാപാത്രത്തിൻ്റെ മിലിറ്ററി സർവീസ് കഴിഞ്ഞുള്ള ഗ്രാമത്തിലേക്കുള്ള വരവിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. തൻ്റെ അമ്മാവനായ സീസറിൻ്റെ സഹായത്തോടെ ഗ്രാമത്തിൽ കൃഷി ചെയ്യാനായി ഊഗോളിൻ തീരുമാനിക്കുന്നു. കൃഷിക്ക് അനുയോജ്യമായ മണ്ണു തേടിയുള്ള യാത്രയിൽ രഹസ്യമായ നീരുറവയുള്ള ഒരു കൃഷിസ്ഥലം അവർ കണ്ടെത്തുന്നു. ആ സ്ഥലം ഉടമസ്ഥനിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയെടുക്കാനുള്ള തത്രപ്പാടിൽ ഒരുപാട് കുതന്ത്രങ്ങൾ ഒരുക്കുന്ന അമ്മാവനും മരുമകനുമാണ് സിനിമയുടെ ആദ്യ പകുതിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. സ്ഥലം ഉടമസ്ഥനായ പീക്ക് ബുഫെഗിൻ്റെ സംശയാസ്പദമായ മരണം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനെ സ്ഥലം ഉടമസ്ഥനാക്കുന്നു. 3 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥനായ ജീൻ കാഡോററ്റ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ജെറാർഡ് ഡിപ്പാത്തിയോ ആണ്. ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗിയും നിഷ്കളങ്കതയും ഏറെ ഇഷ്ടപ്പെടുന്ന ജീൻ തൻ്റെ പട്ടണ ജീവിതകാലത്ത് പഠിച്ചിട്ടുള്ള പല അറിവുകളും ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നാൽ സ്ഥലം സ്വന്തമാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഊഗോളിനും അമ്മാവൻ സീസറും നീരുറവയെ തടഞ്ഞു വെക്കുന്നതുൾപ്പെടെ പല ഹീനകൃത്യങ്ങളും ചെയ്യുന്നുണ്ട്. വെള്ളം കിട്ടാതെ തൻ്റെ കൃഷി നശിക്കുന്നത് നേരിൽ കണ്ട ജീനിൻ്റെ മാനസിക നില തെറ്റുന്നത് വളരെ ലാഘവത്തോടെ നോക്കി നിൽക്കുന്ന ഊഗോളിനെയും സീസറിനെയും സിനിമ കാണിക്കുന്നുണ്ട്. ഒടുവിൽ കൃഷിക്ക് വേണ്ടി വെള്ളം തേടിയുള്ള യാത്രയിൽ ജീനിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നിടത്ത് തങ്ങളുടെ തന്ത്രങ്ങൾ വിജയിപ്പിക്കുന്ന അമ്മാവനെയും മരുമകനെയും ക്രൂരതയുടെ അംശം ചേർത്താണ് ഈവ് മോങ്തോയും ഡാനിയൽ ഊത്തേയും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതേ കഥാതന്തുവിനെ അടിസ്ഥാനമാക്കി 1998 മലയാളത്തിൽ റിലീസിനെത്തിയ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയാണ് ഒരു മറവത്തൂർ കനവ്. ലാൽജോ സ്വതന്ത്ര സംവിധായകനായ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ശ്രീനിവാസനാണ്. മമ്മൂട്ടി, ബിജു മേനോൻ, ശ്രീനിവാസൻ, സുകുമാരി, നെടുമുടി വേണു എന്നിവർ തകർത്തഭിനയിച്ച സിനിമയിൽ മറവത്തൂർ ഗ്രാമത്തിലേക്ക് കൃഷിക്കായി എത്തുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് പറയുന്നത്. ചൂതുകളിയുടെയും ലഹരിയുടെയും ഉപയോഗത്തിൽ സ്വത്ത് നഷ്ടപ്പെട്ട് പുതിയ ഗ്രാമത്തിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ വരുന്ന മൈക്കിളിൻ്റെ കഥാപാത്രത്തിന് ജീനിൻ്റെ കഥാപാത്രത്തിനോട് സാമ്യമുള്ളതായി സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് വെള്ളമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ 2 കഥാപാത്രങ്ങളും കടന്നു പോകുന്ന മാനസികാവസ്ഥയും പിന്നീടവർ കണ്ടെത്തുന്ന പരിഹാരവും ഒന്നുതന്നെയാണ്. ജോൺ ഡെ ഫ്ലോററ്റയ്ക്ക് സമമായി പുതുതായി കൃഷി ചെയ്യാൻ വരുന്ന കുടുംബത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന അമ്മാവനും മരുമകനും ഒരു മറവത്തൂർ കനവിലുമുണ്ട്. നെടുമുടി വേണു, ശ്രീനിവാസൻ എന്നിവർ ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ജോൺ ഡെ ഫ്ലോററ്റയിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഒരു മറവത്തൂർ കനവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഊഗോളിനും സീസറും തമ്മിലുള്ള ആത്മബന്ധം ഫ്രഞ്ച് സിനിമയിൽ ആഴത്തിൽ ചിത്രീകരിച്ചപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അടിമ ഉടമ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മലയാളത്തിൽ ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രഹസ്യ നീരുറവയും അത് തടഞ്ഞു വെക്കുന്നതും കൃഷിക്ക് വേണ്ടി വെള്ളം തേടിയുള്ള യാത്രയിൽ അപകടങ്ങൾ സംഭവിക്കുന്നതുമായുള്ള രംഗങ്ങൾ ഫ്രഞ്ച് സിനിമയിൽ നിന്നും പകർത്തി വെച്ചതായാണ് മലയാളത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ജോൺ ഡെ ഫ്ലോററ്റെ ഗ്രാമഭംഗിക്കും കർഷക ജീവിതത്തിനും നിഷ്കളങ്കർ എന്ന് തോന്നിക്കുന്ന ക്രൂരരുടെ പ്രവൃത്തിക്കും വിശ്വാസവഞ്ചനയ്ക്കും പ്രാധാന്യം കൊടുത്തപ്പോൾ ഒരു മറവത്തൂർ കനവ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മമ്മൂട്ടി അവതരിപ്പിച്ച ചാണ്ടി എന്ന കഥാപാത്രത്തെ കൂടി ചേർത്ത് കഥയുടെ ഒഴുക്കിനെ മാറ്റുകയാണ് ചെയ്തത്. ബിജു മേനോൻ അവതരിപ്പിച്ച മൈക്കിളിൻ്റെ കഥാപാത്രത്തിൻ്റെ സഹോദരനായ ചാണ്ടിയുടെ ജീവിതത്തിലേക്കാണ് കുറച്ചു രംഗങ്ങൾക്ക് ശേഷം സിനിമ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് 2 സിനിമകളും ഒരുക്കിയ അന്തരീക്ഷം വ്യത്യസ്തമായി നമുക്ക് തോന്നുന്നത്. ഒരു മസ്കുലിൻ ക്യാരക്ടറായ ചാണ്ടിയും
അനുയായികളായി വരുന്ന മറ്റു കഥാപാത്രങ്ങളും ചില കഥാസന്ദർഭങ്ങളുമാണ് സിനിമയെ ജോൺ ഡെ ഫ്ലോററ്റയിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളും രംഗങ്ങളും ഒരുക്കാൻ സഹായിച്ചത്. ഒരു മറവത്തൂർ കനവ് തീർച്ചയായും മലയാളികളെല്ലാവരും കണ്ട സിനിമയായിരിക്കും. പക്ഷേ ഫ്രാൻസിലെ ഗ്രാമഭംഗിയെ ഒപ്പിയെടുത്ത ശക്തമായ പ്രമേയത്തിലൂന്നിയ കഥാപാത്രങ്ങളെ വ്യക്തമായി എഴുതി ഫലിപ്പിച്ച സിനിമയാണ് ജോൺ ഡെ ഫ്ലോററ്റ്. മനുഷ്യൻ്റെ പ്രകട സ്വഭാവങ്ങളിൽ ഒന്നായ സ്വാർത്ഥതയെ അതിൻ്റെ എല്ലാ സത്തയും ഉൾക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നതിനാൽ പ്രേക്ഷകർക്ക് ഏറെ കണക്ട് ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങളാണ് സിനിമയിലുള്ളത്. മനോൻ ഡെസ് സോഴ്സസ് എന്ന രണ്ടാം ഭാഗം കൂടി ഉൾപ്പെട്ടാലാണ് ജോൺ ഡെ ഫ്ലോററ്റയുടെ കഥ പൂർത്തിയാവുക. 1986 മികച്ച ഫ്രഞ്ച് സിനിമയായി അറിയപ്പെട്ട രണ്ട് കലാസൃഷ്ടികൾ വ്യത്യസ്തമായ സിനിമാ അനുഭവങ്ങൾ തരുന്നവയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമകളാണിത്.